വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യാബേസ് എന്ന വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവന് യാബേസ് എന്ന് പേരിട്ടു. യാബേസ് പ്രാർത്ഥനയിലൂടെ തന്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റിയ ഒരു വ്യക്തിയായിരുന്നു. കർത്താവ് പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നുവെന്ന് അവൻ തെളിയിച്ചു. ദൈവത്തിന്റെ ശക്തിയാൽ തന്റെ എല്ലാ ദുഃഖങ്ങളും കഷ്ടപ്പാടും തുടച്ചു മാറ്റുമെന്ന് യാബേസ് ദൃഢനിശ്ചയത്തോടെ തീരുമാനിച്ചു. നമ്മുടെ കർത്താവ് പക്ഷാപാതം കാണിക്കുന്നില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 34-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. യാബേസിന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയവൻ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായും നിങ്ങളുടെ കണ്ണുനീർ സന്തോഷമായും നിങ്ങളുടെ പരാജയങ്ങൾ വിജയങ്ങളായും നിങ്ങളുടെ കയ്പ് മധുരമായും മാറും. നമ്മൾ ചെയ്യേണ്ടത് ലളിതമാണ്: പ്രാർത്ഥിക്കുക. ഏലിയാവ് നമ്മെ പോലെ ഒരു മനുഷ്യനായിരുന്നു, പക്ഷെ അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. യേശു തന്നെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന്. ഇത് മർക്കോസ് 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ഇന്നൊരു തീക്ഷ്ണമായ പ്രാർത്ഥന നടത്താൻ നിങ്ങൾ സമയം നീക്കിവെക്കുമോ? യാക്കോബിനെ പോലെ നീ എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് മല്ലിടുമോ? യാബേസിന്റെ അമ്മയുടെ ദുഃഖത്തിന്റെ കൃത്യമായ കാരണം നമുക്കറിയില്ല. എന്നാൽ അവൾ അവനെ പ്രസവിച്ചപ്പോൾ ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യാബേസ് എന്ന് പേരിട്ടു. സാധാരണയായി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അമ്മ താൻ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും വേദനകളും മറക്കുന്നു. കുഞ്ഞിന്റെ മുഖം നോക്കുമ്പോൾ സന്തോഷിക്കുന്നു. 10 മാസം ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ ചുമക്കുന്നതിന്റെ വേദനയും പ്രസവ വേദനയും സന്തോഷത്താൽ മാറ്റി സ്ഥാപിക്കപ്പെടുന്നു. എന്നാൽ ഈ അമ്മ ദുഃഖത്തിൽ തന്നെ തുടരുന്നു. അവൾ തന്റെ മകന് ദുഃഖകരമായ എന്നർത്ഥമുള്ള യാബേസ് എന്ന് പേരിട്ടുകൊണ്ട് തന്റെ ദുഃഖം അവന്റെ മേൽ ചുമത്തി. അവളുടെ ദുഃഖത്തിന്റെ പിന്നിലെ കാരണം ബൈബിൾ നമ്മോട് പറയുന്നില്ല. ഒരു പക്ഷേ അവൾ കടുത്ത ദാരിദ്ര്യമോ രോഗമോ മൂലം തകർന്നിരിക്കാം. അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീക്ക് വേണ്ടി അവളെ ഉപേക്ഷിച്ചിരിക്കാം. അവൾ നിന്ദിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തിരിക്കാം. കാരണം എന്തു തന്നെ ആയാലും അവളുടെ ദുഃഖം അവളെ മാത്രമല്ല, അവളുടെ കുഞ്ഞിനെയും പിന്തുടരുന്നു. പ്രിയ ദൈവമക്കളെ, ആളുകൾ നിങ്ങളുടെ ദുഃഖം അറിഞ്ഞാലും ഇല്ലെങ്കിലും കർത്താവ് തീർച്ചയായും അറിയുന്നു. അവൻ ഒരിക്കലും നിങ്ങളുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥന അവഗണിക്കുന്നില്ല. നിങ്ങളുടെ നിലവിളി അവന്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം അവനും ദുഃഖത്തിന്റെ പാതയിലൂടെ നടന്നു. തീർച്ചയായും അവൻ നിങ്ങളുടെ ദുഃഖം മനസ്സിലാക്കുന്നു. അവന്റെ പൊന്നു കരങ്ങൾ കൊണ്ട് നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് എല്ലാ കണ്ണുനീരും അവൻ തുടച്ചു മാറ്റും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 53-ാം അധ്യായം 3-ാം വാക്യം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടവനും നിരസിക്കപ്പെട്ടവനും ദുഃഖം അനുഭവിക്കുന്നവനുമാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യിരെമ്യാവ് 20-21 അധ്യായങ്ങൾ, വൈകുന്നേരം 2 തിമോഥെയോസ് 4-ാം അധ്യായം. ആമേൻ.